കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പട്ടണമാണ് നെയ്യാറ്റിൻകര. വിശാലമായ റോഡുകളും വമ്പൻ കെട്ടിടങ്ങളും കൊണ്ട് നെയ്യാറ്റിൻകര നഗരം എല്ലാവരെയും ആകർഷിക്കുന്നു. മികച്ച റെസ്റ്റോറൻറ്റുകളും നെയ്യാറ്റിൻകര നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. പൂവാർ റോഡിൽ ബീവറേജിന് സമീപം റോയൽ ഹോട്ടൽ 70 രൂപയ്ക്ക് വെജിറ്റേറിയൻ മീൽസ് കൊടുക്കുന്നു. 100 രൂപയ്ക്ക് പഴങ്കഞ്ഞിയും 200 രൂപയ്ക്ക് ചട്ടിച്ചോറും ഇവിടെ കൊടുക്കുന്നുണ്ട്. കോഴി പൊറോട്ട, ചിക്കനും പ്രോൺസ് ബിരിയാണിയും റാബിറ്റ് റോസ്റ്റും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് ശീതളപാനീയങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. KSRTC ബസ് സ്റ്റേഷനിൽ ഷാർജ 50 രൂപയ്ക്കും കുട്ടി ഷാർജ 25 രൂപയ്ക്കും കരിക്ക് 70 രൂപയ്ക്കും കൊടുക്കുന്നു. നഗരത്തിൽ എവിടെ നോക്കിയാലും ഉയർന്ന നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകൾ കാണുവാനുണ്ട്. ഇറാനി റെസ്റ്റോറൻറ്റ് 3 കല്ലിൻ മോഡിലാണ്. പെൻഡാഡൈൻ റെസ്റ്റോറൻറ്റ് കൂട്ടപ്പനയിലാണ്. കനാവിൽ റെസ്റ്റോറൻറ്റ് പ്രൈം മോഡ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്. പ്രൈമസ് റെസ്റ്റോറൻറ്റ് ആലുംമൂടിലാണ്. പുട്ടും കാടയും റെസ്റ്റോറൻറ്റ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ എതിർഭാഗത്താണ്. റാഫീസ് മജ്ലിസ് മന്തി റെസ്റ്റോറൻറ്റ് കൂട്ടപ്പനയിലാണ്. അമ്പാടി റെസ്റ്റോറൻറ്റ് KSRTCക്ക് അടുത്താണ്. അമ്മേ അപ്പൻ ടീ ഷോപ്പ് അമ്പാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ദീപ ഹോട്ടലിൽ നാടൻ വിഭവങ്ങൾ ലഭിക്കുന്നു. തനിമ ഹോട്ടലിലും നാടൻ വിഭവങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകര ഒരു മുനിസിപ്പാലിറ്റിയും താലൂക്ക് ആസ്ഥാനവുമാണ്. വ്യാവസായികപരമായും വാണിജ്യപരമായും വലിയ പ്രാധാന്യമുള്ള ഒരു നഗരമാണ് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം നഗരത്തിൻ്റെ തെക്കേ ഭാഗത്താണ് നെയ്യാറ്റിൻകരയുടെ സ്ഥാനം. നെയ്യാർ നദിയുടെ കരയിലായതുകൊണ്ടാണ് ഈ നഗരത്തിന് ഇത്തരത്തിലൊരു പേര് വന്നത്. ജില്ലയിൽ വർക്കല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരമായി നെയ്യാറ്റിൻകര അറിയപ്പെടുന്നു. അടുത്ത കാലത്തായി വിഴിഞ്ഞം തുറമുഖം ഇവിടെ സ്ഥാപിച്ചതുകൊണ്ട് ഈ നഗരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ K. അൻസലിനാണ് ഇപ്പോഴത്തെ നെയ്യാറ്റിൻകര MLA. കൂടുതലും റെസിഡൻഷ്യലായ ഏരിയാസാണ് നെയ്യാറ്റിൻകര നഗരത്തിൽ കാണുവാനുള്ളത്. ധാരാളം ഗവൺമെൻറ് സ്ഥാപനങ്ങളും സർവീസ് സെക്ടർ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. കൂടുതലായി നാടാർ സമുദായക്കാരാണ് നെയ്യാറ്റിൻകരയിൽ താമസിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസികൾക്കാണ് ഇവിടെ ഭൂരിപക്ഷം. കൂടുതൽ ആളുകളും റോമൻ കാത്തലിക്കാണ്. ക്രൈസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പോലെ യൂറോപ്യൻ ചുവയുള്ള പേരുകൾ ഇവിടെ പലയിടത്തും കാണുവാനുണ്ട്. സെൻറ് മേരീസ് ചർച്ചും സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും സെൻറ് തെരേസാസ് കോൺവെൻറ്റും ഈ നഗരത്തിൻ്റെ ക്രിസ്ത്യൻ സ്വഭാവം എടുത്തു കാണിക്കുന്നു. ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുവാൻ ഇവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മുന്നോട്ട് വരാറുണ്ട്. കന്യാകുമാരി പോലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ടാവാം ഇവിടെയും ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചത്. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നെയ്യാറ്റിൻകരയിലെ രക്ഷിതാക്കൾ. ഗവൺമെൻറ് ജോലി അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ധാരാളം കോച്ചിങ് സെൻ്ററുകൾ നഗരത്തിൽ എവിടെ നോക്കിയാലും കാണുവാൻ പറ്റും. അതുപോലെ അമേരിക്കയിലും യൂറോപ്പിലും ജോലി കിട്ടാൻ വേണ്ടി ഏജൻസികളെ സമീപിക്കുന്നവരുമുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾ പഠിക്കുവാനും നെയ്യാറ്റിൻകരയിൽ വലിയ താല്പര്യമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കരിയർ അഭിലാഷങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം എല്ലാവരും കാണിക്കുന്നു. തമിഴ്നാട്ടിൽ എല്ലാവരും ഉയർന്ന യോഗ്യതയുള്ളവരാണ്. MA, MSc, MCom, B.Ed, PhD തുടങ്ങിയ ബിരുദങ്ങൾ തമിഴ്നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്നു. എങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടാറില്ല. തമിഴ്നാട്ടിലെ സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരെ ചൂഷണം ചെയ്യുകയും തൊഴിലാളികളെപ്പോലെ ചുരുങ്ങിയ ശമ്പളത്തിന് കഠിനമായി ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നെയ്യാറ്റിൻകരയും ചുറ്റുഭാഗവും നിമ്നോന്നതമായ ഭൂപ്രകൃതി കാഴ്ചവെക്കുന്നു. കൂടുതൽ ഉയരമുള്ള ഭാഗത്താണ് നഗരത്തിൻ്റെ ഹൃദയഭാഗം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട മലനിരകൾ കാണുവാൻ പറ്റും. അറബിക്കടലിനും പശ്ചിമഘട്ട മലനിരകൾക്കും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ള ഒരു പട്ടണമാണ് നെയ്യാറ്റിൻകര. കടൽ തീരത്തേക്ക് ഇവിടെ നിന്നും 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ 7 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ പശ്ചിമഘട്ട മലനിരകളിൽ എത്തിച്ചേരുവാനും പറ്റും. ധാരാളം ഗ്രീനറിയുള്ള ഒരു പട്ടണമായി നെയ്യാറ്റിൻകര അറിയപ്പെടുന്നു. നഗരപ്രദേശങ്ങളിലും റെസിഡൻഷ്യൽ ഏരിയാസിലും ധാരാളമായി പച്ചപ്പ് കാണാനുണ്ട്. ലോകമഹായുദ്ധത്തിൽ 174 ആളുകൾ ഈ പട്ടണത്തിൽ നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. വീരന്മാരായ സൈനികരുടെ സ്മരണക്കായി ഒരു സ്മാരകം വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്.
നെയ്യാറ്റിൻകരയിലെ ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് സങ്കേതം ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ തന്നെയാണ്. നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. വർഷത്തിൽ ഇവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചേരാറുണ്ട്. തിരുവിതാംകൂർ രാജവംശത്തിലെ കിരീടാവകാശി മാർത്താണ്ഡ വർമ്മ ശത്രുക്കളാൽ പിന്തുടരപ്പെട്ടപ്പോൾ ഇവിടെയുള്ള ഒരു പ്ലാവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയുണ്ടായി. പിന്നീട് രാജാവ് ആ പ്ലാവിനെ അമ്മച്ചി പ്ലാവ് അല്ലെങ്കിൽ മദർ ട്രീ ആയി പ്രഖ്യാപിക്കുകയും ഈ മരത്തിന് റോയൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെയാണ് അരുവിപ്പുറം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അരുവിപ്പുറം അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചും ഇവിടെയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് പള്ളികളിലൊന്നാണ് നെയ്യാറ്റിൻകരയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. ഈ പള്ളിയെ യഹോവ നിസ്സി AG ചർച്ച് എന്ന് വിളിക്കുന്നു. അതുപോലെ നെയ്യാറ്റിൻകരയിലെ CSI ചർച്ച് 200 വർഷം പഴക്കമുള്ളതാണ്. നെയ്യാറ്റിൻകര പട്ടണത്തിൻ്റെ പ്രധാന ആകർഷണീയതകളിൽ ഒന്നായി ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് അറിയപ്പെടുന്നു. 30 വർഷം മുമ്പ് മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ നെയ്യാറ്റിൻകരയിൽ വരികയും കമുകിൻകോട് വലിയ പള്ളി, സെന്റ് മേരീസ് ചർച്ച് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിലെ ബിഷപ്പ് ഹൗസ് അർളമൂടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലുള്ള 2 കുരിശുമലകൾ തീർത്ഥാടകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ബോണക്കാട് കുരിശുമലയും വെള്ളറാട കുരിശുമലയും അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. അതുപോലെ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച് വ്ളാത്തങ്കര. സെയിന്റ് സെബാസ്റ്റ്യൻസ് ഫൊറേനെ പിൽഗ്രിം ചർച്ച് ബാലരാമപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നു. സെയിന്റ് ആന്റണീസ് ചർച്ച് കൊച്ചുപള്ളി എന്നും അറിയപ്പെടുന്നു. 70,000-ഓളം ആളുകൾ നെയ്യാറ്റിൻകര നഗരത്തിൽ താമസിക്കുന്നു. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പലപ്പോഴും നഗരത്തിലേക്ക് കുടിയേറ്റം നടക്കാറുണ്ട്. കൂടുതൽ ജോലി സാധ്യതകളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും നഗരത്തിലാണ് ലഭ്യമായിട്ടുള്ളത്. നഗരത്തിലെ ഏറ്റവും ജനത്തിരക്കുള്ള ഒരു തെരുവാണ് കോൺവെന്റ് റോഡ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോൺവെന്റ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. സെന്റ് തെരേസാസ് കോൺവെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സെന്റ് തെരേസാസ് ആവില ICSE സ്കൂളും ശ്രീ വിദ്യാധിരാജ ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അറിയപ്പെടുന്ന ധാരാളം പ്രശസ്ത വ്യക്തികൾ നെയ്യാറ്റിൻകര സ്വദേശികളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകര സ്വദേശിയായിരുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതുപോലെ മലയാളം സിനിമാ നടൻ ജഗദീഷ് നെയ്യാറ്റിൻകര സ്വദേശിയാണ്. കോമഡി ആർട്ടിസ്റ്റ് ബിജു സോപാനവും നെയ്യാറ്റിൻകര സ്വദേശിയാണ്. മലയാളം കവി V മധുസൂദനൻ നായരും ഈ നാട്ടുകാരനാണ്. നെയ്യാറ്റിൻകരയിലെ ഏറ്റവും പൗരാണികമായ സ്കൂളുകളിൽപ്പെട്ടതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. 130-ലധികം വർഷത്തെ പഴക്കമുണ്ട്. ഇവിടെ പഠിച്ച പല കുട്ടികളും ഇപ്പോൾ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞു. NIMS ഡെന്റൽ കോളേജ് ആറളമൂടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മറയമുട്ടത്ത് സ്ഥാപിച്ചിരിക്കുന്നു. VTM NSS കോളേജ് ധനുവച്ചപുരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. KNM ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞിരംകുളത്താണ്. അതുപോലെ കുളത്തൂരിലൊരു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വേറെയുമുണ്ട്. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നെയ്യാറ്റിൻകര സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരുമ്പഴുത്തൂരിൽ സ്ഥാപിച്ചിരിക്കുന്നു. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ പ്രവച്ചമ്പലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. PRS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാലിയോട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് റിസർച്ച് സെൻറ്റർ പാറശാലയിൽ സ്ഥാപിച്ചിരിക്കുന്നു. എമ്മാനുവൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വഴിച്ചാലിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വൈറ്റ് മെമ്മോറിയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫോർ വിമൻ വെള്ളരാടയിൽ സ്ഥാപിച്ചിരിക്കുന്നു. സാന്തോം മലങ്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഇവിടെയുണ്ട്. അറിയപ്പെടുന്ന പല സ്കൂളുകളും നെയ്യാറ്റിൻകര പട്ടണത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെ തന്നെയാണ്. വിശ്വഭാരതി പബ്ലിക് സ്കൂൾ കന്യാകുമാരി റോഡിലാണ്. ജൂനിയർ ബേസിക് സ്കൂൾ ഫയർ സ്റ്റേഷൻ്റെ അടുത്താണ്.
സെയിൻറ്റ് ഫിലിപ്പ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ TB ജംഗ്ഷനിലാണ്. ഡോക്ടർ GR പബ്ലിക് സ്കൂൾ ഊരുട്ടുകാലിയിലാണ്. സെൻറ് മേരീസ് ഹൈസ്കൂൾ കമുകിൻകോടിലാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ പെരുമ്പഴത്തൂരിലുണ്ട്. MV ഹയർ സെക്കൻഡറി സ്കൂൾ അരുമാനൂരിലാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മറയമുട്ടത്താണ്. ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമുടിലാണ്. സെയിൻറ്റ് ക്രൈസോസ്റ്റംസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമുടിലാണ്. PKS ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിരംകുളത്താണ്. ജവഹർ സെൻട്രൽ സ്കൂൾ കാഞ്ഞിരംകുളത്ത് തന്നെയാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ അനാവൂറിലുണ്ട്. മറ്റൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കീഴാരൂരിലുമുണ്ട്. സെയിൻറ്റ് ഹെലൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൂർദുപുരത്താണ്. ശ്രീ ശങ്കര സെൻട്രൽ സ്കൂൾ പുഴിക്കുന്നിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിൽ 4 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവുമാണ് ആ 4 അസംബ്ലി മണ്ഡലങ്ങൾ. അതുകൊണ്ട് ഈ പ്രദേശത്ത് 4 MLAമാരുമുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഏറ്റവും വലിയ വ്യവസായശാല കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ആണ്. ഓട്ടോറിക്ഷകളാണ് കൂടുതലായി ഇവിടെ നിർമ്മിക്കുന്നത്. കൂടുതൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ KAL ഓട്ടോറിക്ഷയ്ക്ക് വലിയ ഡിമാൻഡാണ്. അതിനു പുറമെ ധാരാളം കോട്ടേജ് ഇൻഡസ്ട്രികളും ഹാൻഡ്ലൂം ഇൻഡസ്ട്രികളും ഇവിടെയുണ്ട്. ബാലരാമപുരം ഹാൻഡ്ലൂം ഇൻഡസ്ട്രി മേഖലയായി അറിയപ്പെടുന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു വലിയ KSRTC ബസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷൻ ബസ്സുകളും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഇവിടെ സുലഭമായി ലഭിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ എളുപ്പമുണ്ട്. കന്യാകുമാരിയിലേക്ക് പോകുവാൻ അതിനേക്കാൾ എളുപ്പമാണ്. നെയ്യാറ്റിൻകരയിൽ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനും സ്ഥാപിച്ചിട്ടുണ്ട്. മംഗലാപുരം, തിരുവനന്തപുരം, കന്യാകുമാരി റൂട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥാനം. എല്ലാ പാസഞ്ചർ വണ്ടികളും എക്സ്പ്രസ് വണ്ടികളും ഇവിടെ നിർത്തുന്നു. എങ്കിലും സൂപ്പർ ഫാസ്റ്റ് വണ്ടികളും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഓടുന്ന വണ്ടികളും ഇവിടെ നിർത്താറില്ല. ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. 15 മിനിറ്റ് കൊണ്ട് എക്സ്പ്രസ് വണ്ടിയിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ പറ്റും. പാസഞ്ചർ വണ്ടിയിലാണെങ്കിൽ 30 മിനിറ്റ് വേണ്ടി വരും. കാരണം പാസഞ്ചർ വണ്ടികൾ ബാലരാമപുരത്തും നേമത്തും നിർത്താറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് നെയ്യാറ്റിൻകരയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് ഓൾ വെതർ ഗ്രീൻ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ഒരിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മദർ പോർട്ടായി മാറുവാൻ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിക്കും. അന്താരാഷ്ട്ര കപ്പൽശാലയായ യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഫാർ ഈസ്റ്റ് ചാനൽ വിഴിഞ്ഞത്തിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. അതുകൊണ്ട് ധാരാളം ബിസിനസ് ഇവിടെ ലഭിക്കുവാൻ എളുപ്പമുണ്ട്. ഇന്ത്യയുടെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ആവശ്യങ്ങളുടെ 50% നിറവേറ്റുവാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഇന്ത്യ കൂടുതലായി ട്രാൻസ്ഷിപ്മെന്റ് ആവശ്യത്തിന് ദുബായ്, കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ ആശ്രിതത്വം കുറച്ചുകൊണ്ടുവരാൻ പറ്റും. മികച്ച ലോഡ്ജുകളും നെയ്യാറ്റിൻകരയിൽ ലഭ്യമാണ്. നെയ്യാർ റെസിഡൻസി 2000 രൂപയ്ക്ക് നല്ല മുറികൾ കൊടുക്കുന്നു.